Hi everyone, welcome back. നമ്മൾ ബികോം സെക്കൻഡ് സെമസ്റ്ററിന്റെ മേജർ കോഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മൂന്നാമത്തെ മൊഡ്യൂൾ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യുന്നു. ഒരു 15 മിനിറ്റ് മാക്സിമം പോകും. അതിനുള്ളിൽ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനും കൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് താല്പര്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതൊന്ന് മനസ്സിലാക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഈ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണോ P&L അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം എക്സ്പെൻസ് എഴുതുന്ന അക്കൗണ്ട് ആണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ലേ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്താ കാണല്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് കൂടുതൽ ഇൻകം ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് സർപ്ലസ് ആയിരിക്കും, അല്ല എക്സ്പെൻസ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും റെക്കോർഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഏതില്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ. എന്നാൽ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റും മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. മറ്റോടത്തോ ഇത് രണ്ടും റെക്കോർഡ് ചെയ്യും. ഇത് നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ റവന്യൂ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അത് ഏത് സൈഡിലാണ് വരിക, ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റാ വരിക. പിന്നെ എന്താണ്, സർപ്ലസും ഡെഫിസിറ്റും ഒക്കെ എപ്പോഴാ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഡെഫിസിറ്റ് ആയിരിക്കും. ഇനി നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ അത് സർപ്ലസും ആയിരിക്കും എന്നുള്ളത് കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അതൊക്കെ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സൈഡിൽ എക്സ്പെൻസസ് എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ഇൻകം എഴുതണം. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം, സാലറി, റെന്റ്, ഇങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ പേയ്മെന്റ് സൈഡിലുള്ള എല്ലാ റവന്യൂ എക്സ്പെൻസസും എക്സ്പെൻസ് സൈഡിൽ വരും. അതേപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ റെസിപ്റ്റ് സൈഡിലുള്ള എല്ലാ റവന്യൂ റെസിപ്റ്റും ഇവിടെ വരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരും. അതിനു പുറമെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതേപോലെ അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ്, ഇത്തരം കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റും കൂടെ വരണം. കാരണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യാഷ് ബേസിസ് അല്ല, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ക്യാഷ് ബേസിസ് ആയിരുന്നു, ഇവിടെ അക്രൂവൽ ബേസിസ് ആണ്. അക്രൂവൽ ബേസിസ് ആകുമ്പോൾ നമ്മൾ എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ വരും, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറെ അഡ്ജസ്റ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ്, അതുപോലെ തന്നെ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ അഡ്ജസ്റ്റ്മെന്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നമ്മുടെ കയ്യിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരമുള്ള ഒരു എമൗണ്ട്, ഉദാഹരണം സബ്സ്ക്രിപ്ഷൻ ആണെന്ന് കരുതുക. അപ്പോ ഈ ഒരു എമൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എന്താണ് വരിക, എത്രയാണ് റിസീവ് ചെയ്തത് എന്നാണ് വരിക.
എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എന്താ വരേണ്ടത്? റിസീവ് ചെയ്തത് ഈ വർഷത്തേതാണെങ്കിൽ അതെടുക്കുക, അതിന് പുറമെ ഈ വർഷത്തേക്ക് എത്രയാണോ കിട്ടാനുള്ളത് അതൊക്കെ കുറക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 4 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവാനും സാധ്യതയുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് വരാനും സാധ്യതയുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടാൻ ഇനിയുണ്ട്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതുമാണ്. ഓക്കെ, ഞാൻ ആദ്യം ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കേസ് പറയാം. ഈ വർഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിൽ ഒരു 70,000 രൂപ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കുന്ന 1/4/2024 മുതൽ 31/3/2025 വരെയുള്ള ഡേറ്റ് ആണ് എഴുതുക. ഈ 1/4/2024, അതായത് ഈ വർഷം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 1000 രൂപ എന്ത് ചെയ്യാനുണ്ടോ? കിട്ടാനുണ്ട്. ഓക്കെ, ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് നമുക്കൊരു 500 രൂപയും കിട്ടാനുണ്ട്. ഈ ഒരു കേസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് 70,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 70,000 രൂപയില് വർഷത്തിന്റെ ആദ്യത്തില് നമുക്ക് കിട്ടാനുള്ള 1000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വർഷത്തിന്റെ അവസാനം നമുക്ക് ഒരു 500 രൂപ ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. ഇവിടെ 2 പോയിന്റ് ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ബിഗിനിങ്ങിൽ നമുക്ക് കിട്ടാനുള്ള ഈ 1000 രൂപ ഈ വർഷത്തെ പൈസയാണോ? അതല്ല ഇതിന് മുൻപത്തെ വർഷത്തെ പൈസയാണോ? സ്വാഭാവികമായിട്ടും വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ മുന്നത്തെ വർഷത്തേതാണ്. അതൊരിക്കലും ഈ വർഷത്തെ ഇൻകം ആയിട്ട് കാണാൻ പറ്റൂല. അപ്പൊ നമ്മുടെ 70,000 രൂപയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 1000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. അതേസമയം ഈ വർഷാവസാനം നമുക്ക് കിട്ടാൻ ഒരു 500 രൂപ ഉണ്ട്. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് നമ്മൾ എന്ത് ചെയ്യണോ? ലെസ് ചെയ്യണം. ഈ ഒരു പോയിന്റ് നല്ലപോലെ മനസ്സിലാക്കുക. ഏത് വർഷത്തെ ഇൻകാണോ അതിനനുസരിച്ചാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് വരിക. ഓക്കെ, ഇനി ഇതേ സമയം അഡ്വാൻസിന്റെ കേസ് എടുക്കുക. 1/4/2024 നമുക്കൊരു 300 രൂപ അഡ്വാൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ബാലൻസിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ 31/3/2025 ഒരു 400 രൂപയും അഡ്വാൻസ് ആയി കാണുന്നുണ്ട്. ഇനി ഇതിൽ ഇതേ പോയിന്റ് എടുക്കുക. ഈ 7000 രൂപ നമുക്ക് ഈ വർഷം കിട്ടിയ പൈസയാണ്. ഈ 300 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അഡ്വാൻസ് കിട്ടിയ അത് ഈ എമൗണ്ടിൽ ഉണ്ടോ? ഉണ്ടാവൂല. കാരണം ഈ വർഷമല്ലേ 7000 കിട്ടിയ. അപ്പൊ കഴിഞ്ഞ വർഷം അഡ്വാൻസ് കിട്ടിയത് ഈ വർഷം ഇതിൽ വരുമോ? വരൂല. എന്നാൽ ഈ അഡ്വാൻസ് എമൗണ്ട് എന്താണ്? നമ്മുടെ ഈ വർഷത്തെ എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനിങ്ങിലുള്ള അഡ്വാൻസ് നമുക്ക് എന്ത് ചെയ്യണം? ബിഗിനിങ്ങിലുള്ള അഡ്വാൻസ് നമ്മുടെ ഈ വർഷത്തെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യണം. നേരെ മറിച്ച് ഈ വർഷം അവസാനം നമുക്ക് ഒരു അഡ്വാൻസ് എമൗണ്ട് കാണുന്നുണ്ട്. ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ളതാണ്. ഈ വർഷ അവസാനം അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തേക്കുള്ളതാണോ? ഒരിക്കലും ആവില്ല, അടുത്ത വർഷത്തേക്കുള്ളതാ. അപ്പൊ ഈ 70,000 രൂപയിൽ ആ എമൗണ്ട് എന്തുണ്ട്? ഈ വർഷം കിട്ടിയ പൈസ ആയതുകൊണ്ട് ഇതിലുണ്ട്. പക്ഷെ ഇത് ഈ വർഷത്തെ റിലേറ്റ് ചെയ്ത എമൗണ്ട് ആണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് അറ്റ് എൻഡ് ആയിട്ടുള്ള ഈ 400 രൂപ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇതൊക്കെയാണ് ഞാനിപ്പോ ഇതിലൊരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇതേ കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ടോ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ പറഞ്ഞതൊന്നും മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഇതൊന്ന് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇവിടെ നമ്മൾ എ എന്നാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ എന്താ ഇട്ടത്? എൽ. എ എന്ന് പറഞ്ഞാൽ ആഡ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ആണ്. ഇവിടെ എന്താണ്? ലെസ് ആണ്. ഇവിടെ എന്താണ്? ആഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് അല്ല എന്നൊക്കെ എന്ത് ചെയ്യാം? വിളിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ്, അഡ്വാൻസ് അറ്റ് എൻഡ്, അഡ്വാൻസ് അറ്റ് ബിഗിനിങ്. ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ അക്രൂഡ് എന്നും പറയാം. ഇൻകത്തിന് ആവുമ്പോൾ ചിലപ്പോൾ അക്രൂഡ് എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അഡ്വാൻസിന് ചിലപ്പോൾ പ്രീപെയ്ഡ് എന്നും ഉണ്ടാവാം. ഇപ്പൊ ഈ പറഞ്ഞ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ്, അഡ്വാൻസ് അറ്റ് എൻഡ്,
അഡ്വാൻസ് അറ്റ് ബിഗിനിങ്. അപ്പം എൽ എൽ എ എന്താ ഇവിടെ ഉണ്ട്? എൻഡ് ബിഗിനിങ് എൻഡ് ബിഗിനിങ്. ഓക്കെ, എന്റെ ഏതാ? ഔട്ട്സ്റ്റാൻഡിങ്. വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വാൻസ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വാൻസ്. ഇത് ആലോചിച്ചാലും ആഡ് ലെസ് ആഡ്. പക്ഷെ ഇതൊരിക്കലും നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾക്ക് ലോജിക് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലോജിക്ക് മാക്സിമം പഠിക്കുക. അതിൽ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ മാത്രമേ ഈ ഒരു ഫോർമാറ്റിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, എക്സാമിന്റെ തലേന്നൊക്കെ കേൾക്കുന്ന ആളുകൾ കൺഫ്യൂഷൻ വല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നോക്കിയിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, എങ്ങനെയായാലും കാര്യങ്ങൾ കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റ്മെന്റ് മൊത്തത്തിൽ ഇത് ഓരോന്നിലും വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഇനി നമുക്കൊരു ഇല്ലസ്ട്രേഷൻ വരാനുണ്ട്. ഞാനിപ്പോ തൽക്കാലം 10 മിനിറ്റ് 11 മിനിറ്റ് ആയി വീഡിയോ. ഒരിക്കലും ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ ഒരു ട്രീറ്റ്മെന്റ് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം. ഓക്കെ.